റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യ സ്വഭാവക്കാരനായിരുന്നു. എല്ലാവരോടും വളരെ വിനയത്തിലും സൗമ്യത്തിലുമാണ് നബി തിരുമേനി ഇടപെട്ടിരുന്നത്. എന്നാൽ നബി തങ്ങൾ അഹങ്കരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത്, സൗകര്യങ്ങൾ, ആരോഗ്യം, ഇങ്ങനെയുള്ള നിഅമത്തുകൾ, ഈ നിഅമത്തുകളുടെ പേരിൽ നിഗളിക്കുകയും മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ കൊച്ചാക്കി കാണുകയും ചെയ്യുന്ന ആളുകൾ, അവരൊരിക്കലും നബി വെറുതെ വിട്ടിട്ടില്ല. അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഗ്രാമീണനായ മനുഷ്യനൊരു അയറാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു നിന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായ ഹദീസിൽ പറയുന്നത്, അദ്ദേഹം ജൽദ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. നല്ല ശാരീരികമായ ആരോഗ്യമുള്ള, നല്ല ബോഡി ഫിറ്റായ, ഹെൽത്തിയായ ഒരു മനുഷ്യനാണ്. കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകുന്നൊരു ശരീരം. നബിതങ്ങൾക്കും ഈ ശരീരം കണ്ടപ്പോൾ വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. എത്ര നല്ലൊരു ശരീരമാണ്, ആരോഗ്യമുള്ള, ആകാര സൗഷ്ഠ്യമുള്ള ശരീരം. അപ്പൊ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ അഹദത്തുക ഉമ്മുമിൽദാൻ, നിനക്ക് ഉമ്മുമിൽദാൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മുമിൽദാൻ എന്ന് പറഞ്ഞ ഒരുതരം രോഗമാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയോട് ചോദിച്ചു, ഒമാ ഉമ്മുമിൽദാൻ, എന്താ ഈ ഉമ്മുമിൽദാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാം ഉമ്മുമിൽദാൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം കുറച്ച് അഹങ്കരിക്കുകയാണ് നബിയുടെ മുന്നിൽ. എന്താണ് ഈ ഉമ്മുമിൽദാൻ എന്ന് ചോദിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഹുമ്മ, പനിയാണ്. ഉമ്മുമിൽദാൻ എന്ന് പറഞ്ഞാൽ പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ചുകൂടെ ടൈറ്റാക്കി നബിയോട്, ഒമൽ ഹുമ്മ, എന്താ പനി എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്കറിയാം പനി എന്താന്നൊക്കെ അറിയാം. എന്താ പനി എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറും ബൈനൽ ലഹമി വൽ ജിൽദി, മനുഷ്യ ശരീരത്തിൽ ഈ തൊലിയുടെയും മാംസത്തിന്റെയും ഇടയിലുണ്ടാകുന്ന ഒരുതരം ചൂടാണ് പനി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, മാ വജത്തു ഖത്ത്, എനിക്ക് പനിച്ചിട്ടേ ഇല്ല, ജീവിതത്തിൽ പനിയേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി അയാളോട് വീണ്ടും ചോദിച്ചു, ഹൽ അഹസ്ത ബിസ്സുദാഇ, നിനക്ക് തലവേദന ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ നബിയോട് ചോദിക്കുകയാണ്, ഒമസുദ, എന്താ ഈ തലവേദന എന്ന് പറഞ്ഞ എന്താണ്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, തലവേദന എന്താന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ ഇറുക്കുൻ യദ്രിബു ബി റഅസിൽ ഇൻസാനി, മനുഷ്യന്റെ തലയിലുള്ള ഒരു ഞരമ്പാണ്, അത് മുഖേന ഉണ്ടാകുന്ന ഒരു വേദനയാണ് എന്ന്. തലവേദന എന്താന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ നബിയോട് പറഞ്ഞു, മാ വജത്തു ഖത്ത്, എനിക്ക് തലവേദന ഉണ്ടായിട്ടേ ഇല്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഇയാൾ തിരിഞ്ഞു പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാരി ഫൽയൻദുർ ഇലാ ഹാദാ, നരകവാസികളിൽപ്പെട്ട ഒരാളെ കാണണമെങ്കിൽ ഇവനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തിനാണ് നബി ഇത് പറഞ്ഞതെന്നറിയോ? ആ മനുഷ്യന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് കൊടുത്തത്. അയാൾക്കുള്ള ചികിത്സയാണത്. സത്യത്തിൽ അയാൾക്ക് എല്ലാ ഈ എന്താണ് പനി എന്നറിയാം, എന്താ തലവേദന എന്നറിയാം. പക്ഷേ ആ മനുഷ്യൻ അള്ളാഹു കൊടുത്ത ആ ആരോഗ്യം, ആ ശരീരം, ആ ഫിറ്റായ ബോഡി, അതിന്റെ പേരിൽ അയാൾ അഹങ്കരിക്കുകയാണ് നബിയുടെ മുന്നിൽ. എന്നിട്ടാണ് ഈ ടൈറ്റാക്കി ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ പനി, എന്താ തലവേദന. അതിനുള്ള മറുപടി കൊടുത്തത്, നരകവാസിയെ കാണണമെങ്കിൽ ഇവനെ നിങ്ങൾ കണ്ടുകൊണ്ടുക. നമുക്കും ഇതിൽ ഒരുപാട് ഗുണപാഠമുണ്ട്. സമ്പത്ത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷെ അതുകൊണ്ട് അതില്ലാത്തവന്റെ മുന്നിൽ നിഗളിക്കരുത്. നിനക്ക് കിട്ടിയെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലാത്തവന്റെ മുന്നിൽ നിഗളിക്കാൻ നിൽക്കരുത്. എങ്ങനെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, എനിക്ക് എവിടെയാണ് ഭൂമിയില്ലാത്തത്, ഏത് ടൗണിലാണ് എനിക്ക് കടയില്ലാത്തത്, ഏത് ബാങ്കിലെ അക്കൗണ്ട് ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇല്ലാത്തവന്റെ മുന്നിൽ സമ്പത്തിന്റെ മുന്നിൽ നിഗളിക്കരുത്. അത് അഹങ്കാരമാണ്. അറിവിനെ കുറിച്ച് ചോദിക്കും, എനിക്ക് ഏത് വിഷയത്തിൽ അറിവില്ലാത്തത് ചോദിച്ചു നോക്കും, എന്താ എനിക്ക് അറിയില്ലാത്തത്. ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഞാനൊരു പാരാസെറ്റമോൾ പോലും ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ആശുപത്രി കിടന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് രോഗികളുടെ മുന്നിൽ ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുക, അറിവില്ലാത്തവന്റെ മുന്നിൽ അറിവിന്റെ പേരിൽ അഹങ്കരിക്കുക, സമ്പത്തില്ലാത്തവനിൽ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുക, ഇത് പടച്ചോൻ വെറുതെ വിടൂല. ഈ നിഗളിപ്പ് വെറുതെ വിടൂല. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. നമ്മളും സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്.